അങ്ങനെ സിംഗപ്പൂരിലെ ലേ ഓവറൊക്കെ കഴിഞ്ഞ് നേരെ അടുത്ത ഫ്ലൈറ്റിലോട്ട് കയറുവാണ്. ഒരു ടെർമിനലിൽ നിന്ന് അടുത്ത ടെർമിനലിലോട്ട് പോകുന്നത് ഇതുപോലുള്ള സ്കൈ ട്രെയിനിലാണ്. കയറിയ പാടെ തന്നെ സീറ്റ് ബെൽറ്റ് ഒക്കെ എടുത്ത് സെറ്റാക്കി ഭയങ്കര പ്രോ മോഡിൽ ഇരിക്കുവാണ്. ഇരിക്കുന്ന ജാടയൊക്കെ കണ്ടില്ലേ. പോകുന്നത് ക്വാണ്ടസ് എന്ന് പറയുന്ന ഒരു ഓസ്ട്രേലിയൻ ഫ്ലൈറ്റിലാണ്. 8 hours ഫ്ലൈറ്റ് ടൈം ഉണ്ട്. ഈ 8 hours ഈ കാന്താരികൾ അടങ്ങിയിരിക്കുമോ എന്നുള്ളതായിരുന്നു ടെൻഷൻ. എന്നാൽ ഔട്ട് ഓഫ് അവർ സർപ്രൈസ് ഈ 8 hours 7 hours ഇവർ സുഖമായി കിടന്നുറങ്ങി. ഇതിലെ സ്റ്റാഫ്സ് ഒക്കെ വളരെ നല്ല പെരുമാറ്റമായിരുന്നു കേട്ടോ. അത് എടുത്തു പറയേണ്ടതാണ്. ഇടയ്ക്കിടയ്ക്ക് അവർ വന്ന് അന്വേഷിച്ചുകൊണ്ടിരുന്നു, ഞങ്ങൾ കംഫർട്ടബിൾ ആണോ, എന്തെങ്കിലും ഹെൽപ്പ് വേണോ എന്നൊക്കെ. ഫുഡ് ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരുന്നു, അതൊക്കെ കഴിച്ചുകൊണ്ടിരുന്നു. പിന്നെന്താണ്, ഞാനിങ്ങനെ ഡിസ്പ്ലേയിൽ കുത്തിക്കൊണ്ടിരുന്നു. ഇടയ്ക്ക് ഉറങ്ങി, ഇടയ്ക്ക് ഫിലിം കണ്ടു. ഏർലി മോർണിംഗ് ഒക്കെ ആയപ്പോൾ ഫ്ലൈറ്റ് ക്യാമറയൊക്കെ ഓണാക്കി സൺറൈസ് ഒക്കെ കണ്ടു. എന്താ ഭംഗിയല്ലേ ക്ലൗഡിന് മുകളിലൂടെ ഇങ്ങനെ നെഞ്ചയിൽ കിടത്തി ഉറക്കുമ്പോൾ ഒരു മനസ്സുഖം ഉണ്ടല്ലോ, പപ്പ എന്നുള്ളൊരു അഭിമാനം, അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരൊന്നാണ്. എന്തോന്നടേ ഇത് എന്നൊക്കെ കല്യാണം കഴിക്കാത്തവരൊക്കെ ഇപ്പോൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കുവേ. ഞാനും അങ്ങനെയായിരുന്നു. അതൊക്കെ മാറും. അങ്ങനെ അറൌണ്ട് 6:30 ഒക്കെ ആയപ്പോൾ സിഡ്നിയിൽ ലാൻഡ് ചെയ്യുവാണ്. ഇതിലൂടെ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു വല്ലാത്ത ഫീലാണ്. വീഡിയോ ഗെയിം കളിക്കുന്ന പോലില്ലേ ഈ പ്ലെയിൻ ഇങ്ങനെ ചരിഞ്ഞും തിരിഞ്ഞും ഒക്കെ പോകുന്ന കാണാൻ. ഇങ്ങനെ നോക്കുമ്പോൾ വെള്ളത്തിൽ ലാൻഡ് ചെയ്യുന്ന പോലെ തോന്നുന്നുണ്ട്. റൺവേയുടെ സെൻട്രൽ ലൈൻ അലൈൻ ചെയ്ത് ലാൻഡ് ചെയ്യുന്ന കണ്ടില്ലേ. അങ്ങനെ ഞങ്ങൾ ഓസ്ട്രേലിയയിൽ എത്തിയിരിക്കുവാണ് സുഹൃത്തുക്കളെ. ഓസ്ട്രേലിയയിൽ എത്തിയിരിക്കുവാണ്. കറക്റ്റ് ടൈം ആയപ്പോൾ അവരും എഴുന്നേറ്റു. ബാക്കി വിശേഷം അടുത്ത വീഡിയോയിൽ പറയാവേ. സ്റ്റേ ട്യൂൺഡ്.